സംഭവ സ്ഥലത്ത് നിന്ന് ബിനിൽ ചേരുകയാണ്. ബിനിൽ കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു, കേൾക്കുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ശനിയാഴ്ച രാത്രി, അതായത് ഇന്നലെ രാത്രി 10:30 തുടങ്ങിയ ഒരു രക്ഷാദൗത്യം, അല്ലെങ്കിൽ 11 മണിയോടുകൂടി തുടങ്ങിയ ഒരു രക്ഷാദൗത്യമാണ് 7 മണിക്കൂർ പിന്നിട്ടപ്പോൾ 2 പേരെയും പുറത്തെത്തിച്ചു. അതിൽ ഒരാളുടെ ജീവൻ നഷ്ടമായി എന്നുള്ള ഏറ്റവും സങ്കടകരമായ ഒരു കാര്യത്തിന് കൂടി നമ്മൾ സാക്ഷിയാവുകയാണ്. ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയമായ നിർമ്മാണം തന്നെയാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടാക്കിയത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ ഇത്രയും നേരം നമുക്ക് മനുഷ്യരുടെ സംസാരിക്കാനുണ്ടായിരുന്നത്. ഇനി നമ്മൾ സംസാരിക്കേണ്ടത് അവിടെ ഇനി ബാക്കിയിരിക്കുന്ന ആളുകളുടെ ജീവിതത്തെ പറ്റിയാണ്. ഈ 22 കുടുംബങ്ങൾ, അവരുടെ വീടുകൾ നശിച്ചു. ഇനി എന്ത് ചെയ്യുമെന്നുള്ളതൊക്കെയാണ്. ഒന്ന് വെളിച്ചം വന്നു കഴിഞ്ഞാൽ അറിയാം ഈ വീടുകളൊക്കെ ഉണ്ടായിരുന്നത് അവിടെ തന്നെയാണോ, ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എന്താണെന്നുള്ളതല്ലേ. ഈ പ്രദേശവാസികളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ട് നേരിടുക. ചേട്ടാ, ഇത് വേറെ അറിയാം. ഇവരിപ്പോൾ ഈ വണ്ടി എടുത്തുകൊണ്ട് ഈ 3-4 വീടും കൂടെ ഇവിടെ പൊളിയാത്തേ ഉള്ളൂ. ഈ വീടും കൂടെ കൂടി ഇടിച്ച് പൊളിക്കാൻ വേണ്ടി ഇവരുടെ വണ്ടി സേഫ് ആക്കുക. ഇത് ഈ കേക്കയുടെ വണ്ടിയാണ്. അവർക്ക് അവരുടെ വണ്ടി മാത്രം നോക്കുക. ഇത്രയും മിഷനറീസ് വെച്ച് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റാത്ത നിർമ്മാണ പ്രവർത്തനം അവിടെ നടത്തണം. ലൂസായി കിടന്ന മണ്ണ് ഇവർ വലിയ മെഷീൻ വെച്ച് അവർ താഴേന്ന് വടിച്ചങ്ങ് മാറ്റുള്ളൂ. ഇവർ വേറെ സ്ഥലം വെച്ച് കഴിഞ്ഞാൽ മണ്ണൊന്ന് 2 ലെയർ അല്ലെങ്കിൽ 3 ലെയറായിട്ട് കട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത്ര അപകടം വരില്ല. ഈ ആളുകളുടെ ജീവൻ ഇവർ ഒരു വിലയും കൽപ്പിക്കല്ല. ഇവരുടെ മിഷനറിയാണ് ഇവരുടെ മിഷനറി ഇറക്കിക്കൊണ്ട് പോണേ. അവർക്ക് അവരുടെ മിഷനറി സേഫ് ആക്കണം. ഇത്ര ആൾക്കാർ ഇപ്പോൾ ഒരാളുടെ ജീവൻ പോയി, ഈ 5-8 വീട്ടുകാരുടെ വീട് പോയി. അതൊന്നും അവർക്ക് വേടല്ല. അവർക്ക് അവരുടെ സ്വത്താണ് വലുത്. നിങ്ങൾ നേരത്തെ ഈ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നില്ലേ? ഞങ്ങൾ നേരത്തെ മുതൽ പറഞ്ഞ ചേട്ടാ, എന്നു വെച്ചാൽ ഞങ്ങൾ ഇവിടെ മണ്ണെടുക്കാൻ തുടങ്ങിയ സമയം മുതൽ ഇവരുടെ അടുത്ത് പറയും, കൊത്തായ മേഖലയിൽ ഇവിടെ നിന്ന് മച്ചുപ്ലാവ് ഒഴിക്കുന്ന വന്നു കഴിയുമ്പോൾ കാണാം അവിടെ ലെവൽ റോഡുള്ള സ്ഥലത്ത് വരും വളവ് തിരിക്കാതെ ചെറിയ കുന്നുള്ള സ്ഥലം അവർ മണ്ണെടുത്ത് മാറ്റിയിട്ടില്ല. അവർ ആ സ്ഥലത്ത് അപ്പുറത്തേക്ക് കൽവെട്ട് കെട്ടിയിട്ട് ബീം വാർത്ത് അവർ കയറിയാൽ വന്നെ. ഇതിപ്പോൾ ഇത്രയും ഡേഞ്ചറായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഇവർക്ക് എഞ്ചിനീയർമാരില്ല, ഇവർക്കറിയാൻ പാടില്ല ഇതിൻ്റെ മണ്ണും ഇതും സാധനങ്ങളും എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ എന്തോരം ഉറപ്പുള്ള മണ്ണായിരിക്കുന്നു. ബ്രേക്കർ ഇല്ലാത്ത മെഷീനറീസ് അല്ല, കംപ്ലീറ്റ് സാധനം കൊണ്ടുവന്ന് വെച്ച് ഇടിച്ച് പൊളിക്കുക വരും. ഇത് ശരിക്കും ഈ ഭാഗത്തൊക്കെ ലൂസായിട്ടുള്ളൊരു മണ്ണാണോ? നേരത്തെയും ഒക്കെ ഒരു മട്ടിയായിരുന്നു. ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ ഇത്രയും ഇങ്ങനൊരു പ്രശ്നം ഈ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിർമ്മാണം നടന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഇവരുടെ നിർമ്മാണം തുടങ്ങിയതിന് ശേഷമാണ് ഇവിടെ ഈ പ്രശ്നം തുടങ്ങിയത്. ഇവിടെ എത്ര ദിവസമായിട്ട് ഈ വർക്ക് നടക്കുന്നുണ്ട്? ഇപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട്. അതിനുശേഷമാണ് ഇവിടെ ഈ അപകടാവസ്ഥ ഉണ്ടായത്. അതിനു മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതിന് നല്ല ഉറപ്പുള്ള മണ്ണായിരുന്നു, മട്ടിയായിരുന്നു. ഒരു മട്ടി ബ്രേക്കർ വെച്ച് പൊട്ടിച്ചതാണ് ഈ മണ്ണിടിഞ്ഞ് വരാൻ കാര്യം. പ്രദേശവാസികൾ അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോവുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ 2 ആഴ്ചയായി ഈ ഭാഗത്ത് ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുന്നു. അങ്ങനെയാണ് ഈ അപകടത്തിലേക്ക് പോയത് എന്നതാണ് അവരുടെ ആരോപണം. ഈ ഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിരവധി വീടുകളുണ്ട്. ഇപ്പോൾ ഈ ഇരുട്ട് മാറി വരുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാകാൻ പോകുന്നത്. എത്രമാത്രം മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്, എത്ര വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അല്പസമയത്തിനകം വ്യക്തമാവുകയും ചെയ്യും. ആ ചിത്രങ്ങൾ, അതായത് നേരം പുലർന്നു കഴിഞ്ഞുള്ള ചിത്രങ്ങളിലായിരിക്കും ഇതിൻ്റെ ഈ ഭീകരാവസ്ഥ എത്രമാത്രം ഉണ്ട് എന്നത് നമുക്ക് വ്യക്തമാകുകയുള്ളൂ. എന്തായാലും ഇവിടെ ഉണ്ടായിരുന്ന മിഷനറികളൊക്കെ മറ്റൊരു വഴിയിലൂടെ ഈ കരാർ കമ്പനി പുറത്തേക്ക് ഇറക്കിക്കൊണ്ടുവരികയാണ്. ആ പണിയാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധമൊക്കെ വന്നിരിക്കുന്നത്. കാരണം ഈ ഭാഗത്ത് ഇപ്പോഴും അപകടാവസ്ഥയിലുള്ള വീടുകളുണ്ട്. അത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകും. ആ വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടാകും. ആ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത്. വാസികളായ ആളുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇവർ ഇതിനെതിരെ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് അവിടെയുള്ള സംഘടനകളടക്കം, കർഷക സംഘടനകളാണെന്നാണ് മനസ്സിലാക്കുന്നത്, അവരടക്കം ഇതിനെ ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷെ അപ്പോഴും നേരത്തെ മന്ത്രി പറഞ്ഞൊരു പ്രസ്താവന, വികസന പ്രവർത്തനവും നമുക്ക് വേണ്ടതല്ലേ എന്നുള്ളതാണ്. ശരിയാണ്, വികസന പ്രവർത്തനവും നമുക്ക് വേണ്ടതാണ്. പക്ഷേ ഈ ആളുകളുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഇപ്പോൾ ഒരാളുടെ മരണത്തിൽ അവസാനിക്കില്ല ഇങ്ങനെയൊരു കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി എന്ത് എന്നുള്ളത്, ഈ ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാകാൻ പോകുന്നത് ബിനിൽ പറഞ്ഞതുപോലെ കുറച്ചുകൂടി കഴിഞ്ഞ് നേരം പുലർന്നു കഴിയുമ്പോൾ, വെളിച്ചം വീണ് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ തന്നെ കുറച്ചു മുൻപ് ഈ മരണപ്പെട്ട ബിജുവിന്റെ സഹപാഠിയായിട്ടുള്ള അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവിടെ ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായി, വീട് വിള്ളൽ ഉണ്ടായി, വേറൊരാളുടെ വീടിന് വിള്ളൽ ഉണ്ടായി. ആ സമയത്ത് ഇവർ സമീപിക്കാൻ പറ്റുന്ന അധികാരികളെയൊക്കെ സമീപിച്ച് പറഞ്ഞതാണ് എന്നുള്ളതാണ്.
അവിടെ അതൊരു ഇരുനില വീടായിരുന്നു. ആ വീടിന് ഇത്രയും വലിയൊരു അപകട അവസ്ഥയിൽ പോലെ ഉണ്ടായി എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള വിശകലനങ്ങളൊക്കെ നടത്തിയിട്ടല്ലേ ബിനിൽ സാധാരണ ഒരു ദേശീയപാത അതോറിറ്റി അതിൻ്റെ പണികളെല്ലാം നടത്തുക? ഇത്തരം അവിടുത്തെ ആളുകൾ അല്ലെങ്കിൽ അവരുടെ വീടിരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ആ പരിസ്ഥിതി ഇതെല്ലാം നോക്കിയിട്ടല്ലേ സാധാരണ ഇതൊക്കെ വിശകലനം ചെയ്യേണ്ടതല്ലേ? അപ്പോൾ ഈ ഒരു ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ദേശീയപാത അതോറിറ്റിക്കും കൂടി ഇല്ലേ? തീർച്ചയായിട്ടും ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ദേശീയപാത അതോറിറ്റിക്കും ഈ കരാർ കമ്പനിക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം ഇത് ഈ ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും അതിന്റെ ടെറൈൻ കൃത്യമായി പരിശോധിക്കേണ്ടതാണ്, ആ ഭൂപ്രകൃതിയെ മനസ്സിലാക്കേണ്ടതാണ്. ആ രീതിയിൽ മാത്രമേ ഏതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താൻ കഴിയൂ. ഈ വീടുകളൊക്കെ ഉള്ളത് ദിവസങ്ങളായിട്ടുള്ള വീടുകളാണ്, അത് വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ നിർമ്മാണ പ്രവർത്തികളൊക്കെ ഇവിടെ വരുന്നതിന് മുൻപ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നവരാണ്. അവർക്ക് ഈ നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായി ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനൊന്നും കഴിയില്ല. അവരുടെ ഭൂമിയൊന്നും ഏറ്റെടുക്കുകയും ചെയ്തിട്ടില്ല. പക്ഷേ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകിക്കൊണ്ട് വേണമായിരുന്നു ഈ നിർമ്മാണ പ്രവർത്തികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ. നമ്മളിനി കാണാൻ പോകുന്നത് ഈ അടിമാലി മുതൽ മുകളിലേക്കുള്ള ഭാഗത്ത്, മൂന്നാർ വരെയുള്ള ഭാഗത്ത് ചെങ്കുത്തായ രീതിയിൽ മലകൾ വെട്ടിമാറ്റിയൊക്കെയാണ് ഈ നിർമ്മാണം നടന്നിട്ടുള്ളത്. അത് നമുക്ക് നേരെ പുലർന്നു കഴിയുമ്പോൾ ആ പ്രവർത്തനങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥ കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും. ഈ നാട്ടുകാരായ ഒരു ആൾ കൂടി നമുക്കൊപ്പം ഉണ്ട്. ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നടന്നിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് സംബന്ധിച്ച് പരാതികളുണ്ടായിരുന്നു? പരാതികൾ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ കൊടുത്തിട്ടൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറവ ചാല് ഉണ്ടായിരുന്ന സ്ഥലമാണത്. അന്ന് ഇടയ്ക്ക് മണ്ണെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതിനു മുമ്പ് 74 പൊട്ടി പോന്നിട്ടുള്ളതാണ് ഇവിടെ ആ സൈഡ്. അതായത് ഈ ഉറവയുള്ള സ്ഥലത്ത് അത് പരിശോധിക്കാതെ നിർമ്മാണ പ്രവർത്തനം നടത്തിയെന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാവുന്നത്? നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ലല്ലോ. ഇവർ പരിശോധിച്ചിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇവർ 2 ആഴ്ച ആയിട്ടുള്ളൂ ഇവിടെ വന്നിട്ട് ഈ ഭാഗത്ത് കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്? 2 ആഴ്ചയൊന്നുമല്ല. ഇപ്പോൾ ഇതിൽ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനമായിട്ട് കണ്ടിന്യൂ വർക്ക് നടക്കുന്നുണ്ട്. ഈയിടെ മഴ ശക്തമായിരുന്നു. ശക്തമായ മഴയും കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മണ്ണിടിച്ചിൽ കൂടുതൽ രൂക്ഷമായി. പിന്നെ മേളിൽ കൃഷിഭൂമിയായിരുന്നു. ഇതിന്റെ മുകളിൽ ഒരുപാട് കൃഷിഭൂമിയുണ്ടോ? മേളിൽ കൃഷിഭൂമിയാണ്. ആ ഭാഗത്തു നിന്നാണോ ഇടിഞ്ഞു പോന്നിരിക്കുന്നത്? ഭാഗത്തുനിന്ന് ഇടിഞ്ഞു പോകുന്നത്. ഇവിടെ എത്ര വീട്ടുകാരൊക്കെ ഉണ്ട്? ഇവിടെ 40 വീടുണ്ട് ഇതിൻ്റെ. ഇതടക്കം? ഇതടക്കം. ചേട്ടൻ്റെ വീട് എവിടെയാണ്? എൻ്റെ വീട് തൊട്ടടുത്താണ്, തൊട്ടപ്പുറത്താണ്. ഇവിടെ ഈ 40 വീട്ടുകാർ ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നു. തലമുറകളായിട്ട് താമസിക്കുന്ന ആൾക്കാർ. അതായത് വർഷങ്ങളായി ആളുകൾ താമസിക്കുന്ന ഒരിടത്താണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും ഈ ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയൊക്കെ തന്നെ ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോൾ ആ ഭാഗത്ത് മണ്ണിൻ്റെ ഘടന അതെല്ലാം കൃത്യമായി പരിശോധിക്കേണ്ടതായിരുന്നു. അതുണ്ടായിട്ടില്ല എന്നതാണ് നാട്ടുകാരുടെയൊക്കെ തന്നെ പരാതി. ഈ വീട്ടുകാരെയൊക്കെ തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞ ദിവസം ഒഴിപ്പിച്ചിരുന്നു. അതായത് ഇന്നലെ ഇവരോടൊക്കെ മാറാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം ഈ മലഞ്ചെരിവ് അതിൽ വലിയ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരോടൊക്കെ മാറാൻ പറഞ്ഞിരുന്നു. പക്ഷേ ആ ഒരു കുടുംബം മാത്രം എന്തോ ആവശ്യത്തിന് അവരുടെ കുടുംബ വീട്ടിലേക്ക് പോയ ശേഷം രാത്രി ഇങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു. അങ്ങനെയാണ് അവർ ഈ അപകടത്തിൽ, ബിജുവും സന്ധ്യയും ഈ അപകടത്തിൽ പെടുന്നത്. ഒരുപാട് വീട്ടുകാർ ഈ ഭാഗത്തുണ്ട്. നോക്കിപ്പോൾ കാണാം, നിരവധി വീടുകളുള്ളൊരു പ്രദേശം. ആ വീടുകളോട് ചേർന്ന് തന്നെയാണ് ഈ മണ്ണിടിച്ചിലൊക്കെ തന്നെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഭാഗത്തുകൂടി കയറി കഴിഞ്ഞാലാണ് നമുക്ക് ഈ അപകടം നടന്ന ബിജുവിന്റെ വീട്ടിലേക്ക് പോകാൻ കഴിയുന്നത്. ബിനിൽ, ഒരു കാര്യം ഒന്ന് പ്രേക്ഷകരോട് പറയാണ്. കുറച്ചു മുന്നേ നമ്മുടെ ദൃശ്യങ്ങളിൽ ഒരു ഭാഗത്ത് കാണിച്ചിരുന്നത് ഇന്നലെ ഈ അപകടം ഉണ്ടായത് രാത്രി 10:30-ക്കാണ്. ഒരു 6 മണി സമയത്ത് എടുത്ത ഒരു ഡ്രോൺ വിഷ്വലായിരുന്നു. അപ്പോൾ ആ ഒരു ദൃശ്യത്തിൽ തന്നെ എത്രമാത്രം ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ ദൃശ്യമെന്ന്, വലതുവശത്ത് കാണുന്ന ദൃശ്യമെന്ന് പറയുന്നത് ഈ ഒരു അപകടം ഉണ്ടാകുന്നതിന് ഒരു 4-4.5 മണിക്കൂറുകൾക്ക് മുൻപെടുത്ത ഒരു ഡ്രോൺ വിഷ്വലിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. അതിൽ തന്നെ മനസ്സിലാകുന്നുണ്ട് ഈ മലയും അല്ലെങ്കിൽ ഈ മണ്ണും എങ്ങനെയാണ് കിടക്കുന്നത്, എത്ര ചെങ്കുത്തായ രീതിയിലാണ് ഒരു ദേശീയപാതയുടെ, അതായത് റോഡിൻ്റെ 2 വശങ്ങൾ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുന്നതാണ് മനസ്സിലാകുന്നത്. ആ ദൃശ്യങ്ങൾ കാണിച്ചതുകൊണ്ട് ഞാനത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇടപെട്ടതാണ്. പിന്നിൽ തുടർന്നോളൂ.
ഇപ്പോൾ നമുക്ക് കാണുന്നത് ആ മണ്ണിടിച്ചിലിൻ്റെ ഭീകരമായ ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളിലേക്കാണ് നമ്മുടെ ക്യാമറ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ മുകളിൽ കാണുന്നതാണ് യഥാർത്ഥത്തിൽ മൂന്നാറിലേക്കുള്ള ദേശീയപാത. ആ ദേശീയപാതയിൽ നിന്നാണ് ഇത്രയധികം മണ്ണിടിഞ്ഞ് താഴേക്ക് പതിച്ചിരിക്കുന്നത്. നമുക്ക് ഈ നേരം പുലരാത്തത് കൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടി മാത്രമേ ഈ മണ്ണിടിഞ്ഞ ഭാഗത്തുകൂടി മുകളിലേക്ക് കയറി പോകാൻ കഴിയുകയുള്ളൂ. ഈ ഭാഗത്തുകൂടിയാണ് ഇപ്പോൾ ആ വലിയ ഹിറ്റാച്ചി മെഷീൻ താഴേക്ക് ഇറക്കി കൊണ്ടുവന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മണ്ണിടിച്ചിലിൻ്റെ വലിയ കാഴ്ചയാണ്. ഈ ഭാഗത്ത് കെട്ടിടം തകർന്നു കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുകയും ചെയ്യും. അതായത് എത്രമാത്രം വലിയ മണ്ണിടിച്ചിലാണ് ഈ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നതെന്നത് ഇപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അല്പം വെട്ടം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിൻ്റെ ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലാകുന്നത്.